വിദ്യാർത്ഥിനികളെ മോശമായി സ്പർശിച്ച സ്കൂൾ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്ത നാട്ടുകാർ. ബീഹാറിലെ അരാരിയയിലാണ് സംഭവം. സർക്കാർ സ്കൂളിലെ പ്രധാന അധ്യാപകരായ ഷംസുൽ ഹോഡ മസൂമിനെയാണ് പ്രകോപിതരായ നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് കയ്യേറ്റം ചെയ്തത്. തങ്ങളെ മോശമായി സ്പർശിച്ചുവെന്നാരോപിച്ച് 15 വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെതിരെ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് നാട്ടുകാരെത്തി പൊതുമധ്യത്തിൽ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തത്. 8 മാസമായി അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് 6ാം ക്ലാസ്സുകാരി തുറന്നു പറഞ്ഞതോടെയാണ് പ്രിൻസിപ്പലിന്റെ ക്രൂരതകൾ പുറത്തറിഞ്ഞത്. ആദ്യം വിദ്യാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിക്കലായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. പ്രിൻസിപ്പൽ ക്ലാസ്സിൽ സൗഹാർദ്ദത്തോടെ സംസാരിക്കുകയും പിന്നീട് വിളിച്ചു വരുത്തി മിഠായികളും ബിസ്ക്കറ്റും പേനയും പെൻസിലും തന്ന് സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുകയും ചെയ്തുവെന്നാണ് പെൺകുട്ടി ആരോപിച്ചത്. ഇയാളിൽ നിന്ന് പീഡനം നേരിട്ട പെൺകുട്ടികൾ പരസ്പരം തുറന്നു പറയുകയും തുടർന്ന് എല്ലാവരും ചേർന്ന് അധ്യാപകരെയും രക്ഷിതാക്കളെയും വിവരമറിയിക്കുകയുമായിരുന്നു. സംഭവം അറിഞ്ഞ രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂളിലേക്ക് ഇരച്ചെത്തുകയും പ്രിൻസിപ്പലിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇയാളെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. മാതാപിതാക്കളും നാട്ടുകാരും ചേർന്ന് ആരംഭിച്ച മർദ്ദനം 2 മണിക്കൂറോളം നീണ്ടു. പാടുപെട്ടാണ് പോലീസ് പ്രതിയെ ആൾക്കൂട്ടത്തിൽ നിന്നും മോചിപ്പിച്ചത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത അധ്യാപകരെ പിന്നീട് വിട്ടയച്ചു. ഇയാളെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായല്ല ഹോഡയ്ക്കെതിരെ പരാതി ഉയർന്നത്. 2020 മറ്റൊരു സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്തും ഇയാൾക്കെതിരെ സമാന പരാതി ഉയർന്നിരുന്നു. തുടർന്ന് അധ്യാപക യൂണിയനിൽ നിന്നും പുറത്താക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.